Scope of e-business. The first one, B2B commerce. That means transaction taking place between two business enterprises electronically are known as business to business transaction. അപ്പോൾ B2B കോമേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? B2B മീൻസ് ബിസിനസ് ടു ബിസിനസ് എന്ന് വെച്ചാൽ രണ്ട് ബിസിനസ്സുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും ഇതിൽ ഉണ്ടാവുക. ത്രൂ എങ്ങനെ? ഓൺലൈൻ വഴി നടത്തുന്ന ട്രാൻസാക്ഷൻസ് ആയിരിക്കും. രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ ഓൺലൈനായിട്ട് നടത്തുന്ന ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഞാൻ എന്താക്കുകയാണ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കുകയാണ്. എങ്ങനെയാണ് മേടിക്കുന്നത്? അതൊരു ഓൺലൈൻ വഴിയാണ് മേടിക്കുന്നത്. അപ്പൊ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? B2B ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ, ബിസിനസ് ടു കൺസ്യൂമർ. ദാറ്റ് മീൻസ് ട്രാൻസാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ഇൻഡിവിജ്വൽ കൺസ്യൂമർ ആർ നോൺ ഹെസ് ബിസിനസ് ടു കൺസ്യൂമർ ട്രാൻസാക്ഷൻ. ഇതെന്ന് പറയുന്നത് ഒരു ബിസിനസ്സും അതുപോലെ ഒരു കൺസ്യൂമറും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ത്രൂ എങ്ങനെ? ഓൺലൈൻ. അപ്പോൾ ഒരു ഓൺലൈൻ വഴി ഒരു ബിസിനസ്സും ഒരു കൺസ്യൂമറും തമ്മിലുള്ള ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? B2C എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഓൺലൈനായിട്ട് നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നു. അപ്പോൾ ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? കൺസ്യൂമർ ആദ്യം തന്നെ ആ ഡ്രസ്സ് സെലക്ട് ചെയ്യും. പിന്നെ എന്തായിരിക്കും? അത് ഇലക്ട്രോണിക് പേയ്മെൻ്റ് ആയിരിക്കും ഉണ്ടാകുക. പിന്നെ അതിനെക്കുറിച്ചുള്ള കൺസ്യൂമർ സീക്കിംഗ് ക്ലാരിഫിക്കേഷൻസ് ഉണ്ട്. പ്രൈസ്, ആ ഒരു പ്രൈസിനെ കുറിച്ച്, പിന്നെ അതുപോലെ ടേംസ് ഓഫ് പേയ്മെന്റ്, എങ്ങനെയാണ് നമ്മൾ എങ്ങനെ പേയ്മെന്റ് ചെയ്യേണ്ടത്, അതൊക്കെ ചെയ്യുന്നതാണ് ഇത് B2C എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ഇൻട്രാ ടു ബിസിനസ് commerce. That means transaction taking place among various department or person within the firm are known as intra-B commerce. Intra എന്ന് വെച്ചാൽ അതൊരു ഇൻട്രാ എന്ന് വെച്ചാൽ എന്താ? അതിന്റെ മീനിങ് എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിൽ. ഇൻട്രാ എന്ന് വെച്ചാൽ ഇൻസൈഡ് എന്നുള്ളൊരു മീനിങ് ആണ് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എന്താണ്? വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താക്കും? ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ആ ഒരു വേരിയസ് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ നടത്തുന്ന എന്താണ്? ട്രാൻസാക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻട്രാ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ എന്താണ്? പുറത്ത് പോകുന്നില്ല, ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെയായിരിക്കും. നെക്സ്റ്റ് വൺ, C2C, കൺസ്യൂമർ ടു കൺസ്യൂമർ. ട്രാൻസാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ടു ഓർ മോർ കൺസ്യൂമർ ആർ നോൺ ഹെസ് കൺസ്യൂമർ ടു കൺസ്യൂമർ ട്രാൻസാക്ഷൻ. ഇതെന്ന് പറയുന്നത് ഒരു കൺസ്യൂമർ മറ്റൊരു കൺസ്യൂമർക്ക് കൈമാറുന്ന സാധനങ്ങളോ സേവനങ്ങളോ ആണ് ഇതിൽ ഉണ്ടായിരിക്കുക. ത്രൂ എങ്ങനെ? ഓൺലൈൻ വഴി. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നമ്മൾ OLX നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നതില്ലേ, അതിലെന്താണ് ഉണ്ടാകുക? ഈ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് അല്ലേ ഉണ്ടാകുക. അപ്പോൾ എന്താക്കും? അതൊരു കൺസ്യൂമർ മറ്റൊരു കൺസ്യൂമർക്ക് വിൽക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്കോപ്പ് ഓഫ് ഇ-കൊമേഴ്സ്. ദ ഫസ്റ്റ് വൺ, ബിസിനസ് ടു ബിസിനസ്, ബിസിനസ് ടു കൺസ്യൂമർ, ഇൻട്രാ ബിസിനസ്, കൺസ്യൂമർ ടു കൺസ്യൂമർ.